അതായത് ഈ അപകടമുണ്ടാക്കിയ കേസിൽ നരഹത്യാ കുറ്റം ചുമത്തിയിരിക്കുന്ന ലോറിയുടെ ഡ്രൈവറെയും ക്ലീനറെയും ഇപ്പോൾ കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നുള്ള രീതിയിൽ പോലീസിനടുത്ത് ഡ്രൈവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഡ്രൈവിങ്ങിനിടയിൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണം നടക്കുകയാണ്. എന്തായാലും ഈ ഒരു അവസരത്തിൽ പോലീസും ഇപ്പോൾ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അറിയാം കൂടുതൽ എന്താണ് നൽകിയിരിക്കുന്നത്, മൊഴി, എങ്ങനെ അപകടം ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച്. അശ്രദ്ധമായ ഡ്രൈവിംഗിന്റെ കൂടെ ഇരയാണ് ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയേണ്ടി വരും. കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി ഇവരെ കൊണ്ടുപോവുകയാണ് ലോറി ഡ്രൈവറെ. ഇപ്പോൾ ഗോകുൽ VS ഉണ്ട്. ഗോകുൽ, ഈ ലോറി ഡ്രൈവറെയും ക്ലീനറെയും കോടതിയിൽ ഹാജരാക്കാനായി ഇറക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ കാണാം. എന്താണ് വിശദാംശങ്ങൾ? എടുത്തിട്ടുള്ളത് ഒന്ന്, ഈ സിമന്റ് ലോറി ഓടിച്ചു വന്ന മഹേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഡ്രൈവർക്കെതിരെ, അതോടൊപ്പം തന്നെ എതിർദിശയിൽ വന്ന മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ലോറി ഡ്രൈവർക്കെതിരെ, അങ്ങനെ 2 കേസുകളാണ് എടുത്തിട്ടുള്ളത്. ഈ 2 ഡ്രൈവർമാരെയുമാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നത്. അതിൽ ആദ്യത്തെ കേസ് പറയുകയാണെങ്കിൽ മനഃപൂർവ്വമുള്ള നരഹത്യക്കാണ് കേസ് എടുത്തിട്ടുള്ളത്. അത് വഴിക്കടവ് സ്വദേശി പ്രജീഷിനെതിരെയാണ്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള വാഹനത്തിലെ ഡ്രൈവർ പ്രജീഷിനെതിരെയാണ് മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസെടുത്തിട്ടുള്ളത്. അതേസമയം തന്നെ സിമന്റ് ലോറിയിലെ ഡ്രൈവർക്കെതിരെ നരഹത്യക്കുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. അങ്ങനെ 2 പേരെയുമാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയിട്ടുള്ളത്. മണ്ണാർക്കാട് കോടതിയിൽ ഇരുവരെയും ഹാജരാക്കും. അതിനുശേഷം കൂടുതൽ നടപടികളിലേക്ക് പോകും. അതായത് പ്രധാനമായും ഇതിൽ സംശയിക്കുന്നത് എതിർദിശയിൽ വന്ന മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ലോറിയിലെ ഡ്രൈവർ ഫോൺ വിളിച്ചാണോ വാഹനം ഓടിച്ചിരുന്നത് എന്നാണ്. അത് സംബന്ധിച്ചുള്ള സംശയങ്ങളാണ് നിലനിൽക്കുന്നത്. ആ രീതിയിലുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. താൻ അശ്രദ്ധമായാണ് വാഹനം ഓടിച്ചത്. പക്ഷേ ഫോണിന്റെ കാര്യം പോലീസിനോട് പറഞ്ഞില്ല. പോലീസിനോട് പറഞ്ഞത് മറ്റൊരു വാഹനം വന്നിരുന്നു, അത് ശ്രദ്ധിച്ചില്ല, ഒരു ബൈക്ക് വന്നിരുന്നു, അത് ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ള രീതിയിലുള്ള മൊഴിയാണ് പ്രജീഷ് ഏതായാലും പോലീസിന് നൽകിയത്. ഇരുവരെയും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. രണ്ട് ഡ്രൈവർമാരാണ്, 2 ലോറികളുടെയും ഡ്രൈവർമാർ. നേരത്തെ ഞാൻ ക്ലീനർ എന്നാണ് പറഞ്ഞത്. 2 ലോറികളുടെയും ഡ്രൈവർമാരെ ഇപ്പോൾ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്. എന്തായാലും ഈ അപകടത്തിലൊക്കെ ഉത്തരവാദപ്പെട്ട ആളുകൾ കൃത്യമായും ശിക്ഷ വാങ്ങട്ടെ എന്ന് വിചാരിക്കാം. തീർച്ചയായും അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ്, തന്റെ ഭാഗത്തു നിന്നാണ് പിഴവുണ്ടായത് എന്ന് ഈ ദൃശ്യത്തിൽ കാണുന്ന പ്രജീഷ്, എതിരെ വന്ന ലോറി ഓടിച്ചിരുന്ന പ്രജീഷ് പോലീസിനടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫോൺ ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള മൊഴി പറഞ്ഞിട്ടില്ല. പക്ഷേ തന്റെ ഭാഗത്തു നിന്നും തെറ്റുണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അശ്രദ്ധമായി അയാളുടെ ഭാഗത്തു നിന്നും പറ്റിയൊരു തെറ്റുമൂലമാണ് ആ 4 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടത് എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്.